ഓക്കെ, ഞാൻ ആലോചിക്കട്ടെ. ഇതെന്തായി നോക്കട്ടെ. ഈകളുടെ ലൈവ് എന്തായി നോക്കട്ടെ. പോയാ അവര് പോയാ? അയ്യോ അന്നേരം എന്താ ബ്രോ പറയാ നമ്മളത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണെന്ന്. പക്ഷെ എന്റെ തന്തക്ക് വിളിയിട്ടിട്ട് പിന്നെ എന്ത് ഞാൻ തിരിച്ചു പറയണ്ടേ അതിന് ഞാൻ അതിനെ മുട്ടിക്കില്ല ബ്രോ. അവരിപ്പോഴും പറയണത് നമ്മള് സോൾവ് ആക്കിയ കാര്യം അവരോട് ബ്രോ പറഞ്ഞിട്ടില്ല. ഞാൻ സോൾവ് ആക്കിയ കാര്യമാണ്, അത് ഓൾറെഡി പറഞ്ഞതാണ്. പീസിലേക്ക് വെള്ളാവോ? മച്ചാനെ എനിക്ക് ഇതില് ജീവിതം കളയാൻ വയ്യ മച്ചാനെ, സീരിയസ് ആയിട്ട് പ്ലീസ്. അല്ല എനിക്ക് ഇതില് ജീവിക്കേണ്ട ആവശ്യമില്ല മച്ചാനെ. എനിക്ക് ഇതിന്റെ ജീവിതം യൂസ് ചെയ്ത് ബ്രോയുടെ കൂട്ടുകാരോട് അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു. മണവാള വിത്ത് റെസ്പെക്ട് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലാസ്റ്റ് വട്ടം കോൾ വിളിച്ചപ്പോഴും മര്യാദക്കാണ് ഞാൻ സംസാരിച്ചത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കാൻ താല്പര്യമില്ല മച്ചാനെ. കോള് കട്ട് ചെയ്യും മച്ചാനെ. ഇത് ഞാൻ പറയട്ടെ, ഇവരായിട്ട് തുടങ്ങിയത് കുരിയാടിയിരിക്കും ഓരോ ആരോ വന്നിട്ട് ചാറ്റിൽ, ഈകളുടെ ചാറ്റിൽ ആരോ വന്നിട്ട് സ്ക്രിപ്റ്റ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ പുറത്ത് എനിക്ക് ഇതിനകത്ത് ലൈവ് ഇടാൻ ഇവരുടെ ഈകളുടെ ലൈവിൽ പോയിട്ട് സ്ക്രിപ്റ്റ് സ്പാം ചെയ്യണമെങ്കിൽ അത് നമ്മളെ വ്യൂവറായിരിക്കും എന്തായാലും, ഉറപ്പാണ്. ഞാൻ ഈ സമയത്ത് രാത്രിയിൽ എന്റെ ഫാമിലി ഉണ്ടായിട്ട് പോലും ഇവരെയൊക്കെ വിളിച്ച് ഇവിടെ വന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കാരണം എന്ന് ഞാൻ പറയത്തില്ല, ഇവൻ കാരണം 2 പേർക്ക് കേൾക്കേണ്ട വന്നത് വലിയ സീൻസാ. മനസ്സിലായോ? ആ വീഡിയോയും ഇതൊന്നും ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഗൈസ്. ഇന്ന് ഇവിടെ 23,000 പേരൊക്കെ കാണുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതിന്റെ വ്യൂവേഴ്സ് ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായോ? എനിക്ക് ഈ വ്യൂവർഷിപ്പ് വേണ്ട, എനിക്ക് വ്യൂവർഷിപ്പ് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ വ്യൂവർഷിപ്പ് ഇഷ്ടമല്ല. ഞങ്ങൾ ഇന്നലെ രാത്രി വെളുപ്പിനെ 4 മണി വരെ ഞാൻ ലൈവ് ഉണ്ടായിരുന്നു.